വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുത്തേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. പ്രിയമുള്ളവരെ, മോശയ്ക്ക് ദൗത്യം കൊടുത്ത് വിടുകയാണ്. ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന്, ഈ മോശെ ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചകനായിട്ട് കൊണ്ടുവരാൻ ദൈവം ആലോചിച്ചത് എവിടെ മുതലാണെന്ന് ചിന്തിച്ചാൽ മോശയുടെ ജനനത്തിന് മുമ്പേ ദൈവം തെരഞ്ഞെടുത്തിരുന്നു എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ. ഈജിപ്തിലെ കഷ്ടതകളും വേദനകളും ക്ലേശങ്ങളുടെയും മധ്യത്തിലാണ് അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നത്. അതിനുശേഷം ആ കുഞ്ഞിനെ ജനിച്ചു കഴിഞ്ഞാൽ നൈൽ നദിയിൽ എറിഞ്ഞ് കൊന്നുകളയാനുള്ള നിയമം നിലനിൽക്കുമ്പോഴാണ് അവനെ പ്രസവിക്കുന്നത്. എന്നാൽ അവിടെ അവനെ സംരക്ഷിക്കുന്ന ദൈവം ഞാങ്ങണയ്ക്കകത്ത് പൊതിഞ്ഞ് നൈൽ നദിയിൽ ഒഴുക്കാൻ ഉള്ള ചിന്ത അവൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നത് ദൈവമാണ്. ഫറവോയുടെ പുത്രി ആ സമയത്ത് കുളിക്കാൻ അവിടെ കടന്നു വരാൻ ഇടയാക്കിയത് ദൈവമാണ്. ആ കുഞ്ഞിനെ എടുത്തപ്പം അവൻ്റെ പെങ്ങൾ ഓടിച്ചെന്ന് പിന്നെ മുല കുടിക്കാൻ ഒരു സ്ത്രീയെ ഞാൻ കൊണ്ടുവരാമെന്ന് പറയാൻ അവളെ അവിടെ എത്തിച്ചത് ദൈവമാണ്. അതിനുശേഷം രാജകൊട്ടാരത്തിൻ്റെ എല്ലാ ഭരണ നൈപുണ്യങ്ങളും ലീഡർഷിപ്പ് യോഗ്യതകളും ഒക്കെ അവൻ കൊട്ടാരത്തിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. അതിനുശേഷം അവനെ നേരെ അനാഥനാക്കുകയാണ്. ആ വേദനയും ക്ലേശങ്ങളും എല്ലാം സഹിച്ച് അവൻ മുന്നോട്ട് പോകുമ്പം അവനെ ആട്ടിടയനാക്കി വിടുകയാണ്. അവനെ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്ന ആടിൻ്റെ കൂടെ നടന്ന് അവൻ്റെ ദേഷ്യവും അരിശവും കോപവും ഒക്കെ ഒരച്ച് സമരസപ്പെടുത്തി ഒരു യോഗ്യതയുള്ള ഒരു പുരുഷനാക്കി അവനെ മാറ്റാൻ ഈ സഹനങ്ങളിൽ കൂടെയെല്ലാം അവനെ കടത്തി വിടേണ്ടിയിരുന്നു. അതെല്ലാം മനോഹരമായിട്ട് ചെയ്ത് ക്രമപ്പെടുത്തിയിട്ടാണ് മോശെ ഈജിപ്തിലേക്ക് അയക്കാൻ ദൈവം ഒരുങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയോട് നമ്മൾ തയ്യാറായാൽ കഷ്ടതകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും പ്രതിസന്ധിയിലൂടെയൊക്കെ നമ്മളെ കൊണ്ട് കടത്തിവിടും. ഇതൊക്കെ നമ്മുടെ നാശത്തിനല്ല, ക്ഷേമകരമായിട്ടുള്ള പദ്ധതിക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമുക്കിന്ന് അവൻ്റെ പദ്ധതി അനുസരിച്ച് പോകാൻ പലപ്പോഴും നമ്മൾ തയ്യാറല്ല എന്നുള്ളതാണ്. നമ്മുടെ പദ്ധതി നടപ്പിലാക്കി തരുന്ന ഒരു ഏജൻ്റായിട്ട് ദൈവം മാറി നമ്മുടെയൊക്കെ ഹൃദയത്തിലും മനസ്സിലും ചിന്തകളിലും. ഇതൊക്കെ അപകടകരമാണ്. നമ്മൾ ദൈവത്തെ ദൈവമായി കാണാനും ആരാധിക്കാനും അവൻ പറയുന്നത് കേൾക്കാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും ഉള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആ ഒരു തലത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ വളർന്നു വരാൻ വേണ്ടത് ചെയ്യാനുള്ള കടമ നമുക്കെല്ലാവർക്കുമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നിൻ്റെ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ദൈവം കൂടെ ഇരിക്കുന്നത്. മോശക്കാരെ അടയാളം കൊടുക്കുന്നത് നമ്മൾ കണ്ടില്ലേ? തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. പ്രിയമുള്ളവരെ, അത്രയും നീ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പം നീ ഇവിടെ വന്ന് ആരാധിക്കാൻ ഞാൻ ഇടവരുത്താം. അപ്പം നീ തിരിച്ചറിഞ്ഞോണം ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്. പ്രിയമുള്ളവരെ, ചെയ്യാനുള്ളത് ചെയ്ത് കഴിയുമ്പം ദൈവം നമ്മുടെ കൂടെ നമ്മളെ വഴി നടത്തി ദൈവത്തോട് ചേർന്ന് ദൈവം പറയുന്നതനുസരിക്കാൻ ഉള്ള അഭിവാഞ്ച നമുക്കുണ്ടാകട്ടെ. നമ്മുടെ കഴിവുകേടും ബലഹീനതയും ഒന്നുമല്ല, നമ്മുടെ ആഗ്രഹം അറിയുന്ന ദൈവം നമ്മളെ അതനുസരിച്ച് നയിക്കും. നമുക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.